യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ മുഖ്യപ്രതി ജേസൺ മുകളയിൽ കീഴടങ്ങി. കോടതി നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയത്. ജേസനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു കേസായിരുന്നു ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ്. ഇപ്പോൾ മുഖ്യപ്രതി കീഴടങ്ങിയിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട മുഖ്യ കണ്ണിയാണ് ജെയ്സൺ. ഇന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയത്. ജെയ്സന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. അറസ്റ്റ് നേരത്തെ കോടതി തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. അതോടൊപ്പം തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള സംഘമാണ് ഉണ്ടായിരുന്നത്. ഈ വിവരശേഖരണം കൃത്യമായി വിവരം ശേഖരിച്ചതിന് ശേഷമാണ് ജെയ്സനെ വിട്ടയച്ചത്. അതായത് CR കാർഡ് എന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് സംഘം നിർമ്മിച്ചിരിക്കുന്നത്. ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതിന് ശേഷം ഇത് ആർക്കൊക്കെ കൈമാറി എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് പ്രധാനമായും ഈ ആപ്ലിക്കേഷൻ ആർക്കൊക്കെ കൈമാറി എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. കാസർഗോഡ് വെച്ചാണ് ഇത് തയ്യാറാക്കിയതെന്നും ഈ സഹായിയായിരുന്ന രാകേഷിനെ നേരത്തെ പോലീസ് പിടികൂടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ആദ്യം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നൽകിയ പരാതിയിലാണ് പോലീസ് കേസ് അന്വേഷിക്കുന്നത്. 7 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും വിശദമായൊരു അന്വേഷണം നടത്തും എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ ആർക്കൊക്കെ കൈമാറി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തും എന്നുള്ളതും ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ മുഖ്യപ്രതി ജേസൺ മുകളയിൽ കീഴടങ്ങിയിരിക്കുന്നു. കോടതി നിർദ്ദേശപ്രകാരമാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുന്നത്.